ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശ്രീജ കൂടിയുണ്ട്. മിഥുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. ശ്രീജ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീജ, വിലാപയാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങളാണോ? തീർച്ചയായും വർഷ, ഏതായാലും മിഥുൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ കുഞ്ഞുമോൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ഇവിടെ വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി, മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നതായിരിക്കും മോർച്ചറിയിൽ നിന്നും. അതിനുശേഷമാണ് ഈ ആംബുലൻസിലേക്ക്, മിഥുൻ്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ആംബുലൻസിലേക്ക് മിഥുൻ്റെ മൃതദേഹം കയറ്റുക. തുടർന്ന് ഇവിടെ നിന്നും വിലാപയാത്രയായി ഇവിടെ നിന്നും നേരെ തേവലക്കര സ്കൂളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്കിപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം പേരാണ്, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെയായി നിരവധി പേരാണ് മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ താലൂക്ക് ആശുപത്രിയിൽ പോലും കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ സാഹചര്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഏതായാലും അത്രത്തോളം പേർ ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് പോലും മിഥുനെ അവസാനമായി കാണുന്നതിന് വേണ്ടി ആണ് ഇവർ ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു നാടിനെ ആകെ വലിയ തോതിലുള്ള കണ്ണീരിലാഴ്ത്തിയ ഒരു മരണം തന്നെയാണ് മിഥുൻ്റേത് എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അവരുടെ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു വേദന തന്നെയാണ് നമുക്കിവിടെ അവരുടെ മുഖങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്രത്തോളം വേദനയിൽ, സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു വേദനയിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരും ഇവിടേക്ക് എത്തിയത് പോലും മിഥുനെ. അതുകൊണ്ട് തന്നെ അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളത് കൂടിയാണ് ഇവർ ഇവിടെ ഓരോരുത്തരും എത്തിക്കുന്നതിൻ്റെ ഒരു അവരുടെ മനസ്സുകളിൽ എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ ആശുപത്രിയിൽ ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു വരികയാണ്. അല്പസമയത്തിനകം തന്നെ ചേതനയറ്റ മിഥുനെ ആയിരിക്കും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കാണുമ്പോഴുള്ള ഒരു സങ്കടം തന്നെയാണ്, ആ ഒരു വിഷമം തന്നെയാണ് എല്ലാവരുടെയും മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ നമുക്ക് ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു ദിവസം രാവിലെ എല്ലാ ദിവസത്തെയും പോലെ സ്കൂളിലേക്ക് വലിയ ആവേശത്തോടെ സ്കൂളിലേക്ക് പോയ മിഥുനാണ് ഇപ്പോൾ ഈ ചേതനയേറ്റ നിലയിൽ ഇവിടെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് അതേ സ്കൂളിലേക്ക്, തൻ്റെ സ്വന്തം സ്കൂളിലേക്ക് എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതാണ് ഇനി കാണുവാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എന്നും കളിചിരിയോടെ സ്കൂളിലേക്ക് എത്തിയിരുന്ന മിഥുനെ ആകില്ല ഇന്ന് തേവലക്കര സ്കൂൾ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് മിഥുൻ്റെ മൃതദേഹം എത്തുമ്പോൾ അത്രത്തോളം വൈകാരികമാകും കാര്യങ്ങൾ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. കാരണം ഇവിടെ തന്നെ ഈ ആശുപത്രിയിൽ, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ തന്നെ അത്രത്തോളം വൈകാരികമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കുട്ടികളെന്നോ കുഞ്ഞു കുട്ടികളെന്നോ സ്ത്രീകളെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഒന്നുള്ള വ്യത്യാസം ഒന്നുമില്ലാതെ നിരവധി പേരാണ് ഈ ആംബുലൻസിന് ചുറ്റുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. അവസാനമായി മിഥുനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണ് ഇത്രത്തോളം പേർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവിടേക്കുള്ള ജനപ്രവാഹം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുൻ തീരുമാനിച്ച പ്രകാരം 10 മണിക്ക് പൊതുദർശനം തേവലക്കര സ്കൂളിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ രീതിയിൽ 10 മണിക്ക് പൊതുദർശനം ആരംഭിക്കുവാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ നിന്നും ആംബുലൻസിൽ വിലാപയാത്രയായി പുറപ്പെടുക മാത്രമേ ഉള്ളൂ മിഥുൻ്റെ മൃതദേഹം. അപ്പോൾ വിലാപയാത്രയായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേവലം 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ സ്കൂളിലേക്കുള്ളതെങ്കിൽ പോലും പക്ഷേ വിലാപയാത്രയായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അത്രത്തോളം
വേഗതയിൽ അവിടേക്ക് എത്താനുള്ള സാധ്യതയും കുറവാണ്. തുടർന്ന് അവിടെ സ്കൂളിൽ എത്തിച്ചതിന് ശേഷം സ്കൂളിലെ പൊതുദർശനത്തിന് നമുക്കറിയാം മിഥുൻ്റെ സഹപാഠികൾ, അതോടൊപ്പം തന്നെ മിഥുൻ്റെ അധ്യാപകർ, നാട്ടുകാർ എല്ലാവരും ഇതിനകം തന്നെ അവിടേക്ക് ഒഴുകിയെത്തുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. മിഥുൻ്റെ ഈ ചേതനയേറ്റ ശരീരം ആ സ്കൂളിലേക്ക് അവസാനമായി എത്തുമ്പോൾ, കാരണം ഇത്ര ദിവസവും ആവേശത്തോടെ സ്കൂളിലേക്ക് എന്നും രാവിലെ എത്തുന്ന മിഥുനെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചേതനയേറ്റ നിലയിലുള്ള മിഥുനെ കാണുമ്പോൾ വൈകാരിക തലത്തിൽ തന്നെയായിരിക്കും എല്ലാവരുടെയും പ്രതികരണം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത്രത്തോളം വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് തന്നെയായിരിക്കും വരുന്ന നിമിഷങ്ങളിലും നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിലേതായാലും ഇവിടുത്തെ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിഥുൻ്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നതിൻ്റെ ഒരു താമസം മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ളത്. അല്പസമയത്തിനകം തന്നെ അപ്രതീക്ഷിതമായുണ്ടായ ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിലാണ് 13 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് നിലവിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഷീജ വിവരങ്ങൾ നൽകുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നിരവധി പേരാണ് മിഥുനെ കാണാൻ ആ ആശുപത്രിയിൽ തന്നെ എത്തിയിട്ടുള്ളത്. അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആ 13 വയസ്സുകാരൻ എത്രത്തോളം മറ്റുള്ളവർക്ക് എന്നുള്ളത്. എന്തായാലും ഇനി അല്പസമയത്തിനകം വിലാപയാത്രയായി പുറപ്പെടും. അതിനുശേഷം തേവലക്കര സ്കൂളിലേക്കായിരിക്കും. 10 മണിക്കാണ് പൊതുദർശനം നിശ്ചയിച്ചിരുന്നത് എങ്കിലും 10 മണിക്ക് തന്നെ ആരംഭിക്കും എന്നുള്ളതിൽ ഉറപ്പില്ല. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി ഷീജ നൽകുന്നുണ്ട്.